ഹലോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ഒ ടി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒ ഇ ടിയുടെ സ്പീക്കിംഗ് നോക്കാം. സോ ഇത്രയും നാൾ നമ്മൾ റൈറ്റിംഗ് ടാസ്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ. എങ്ങനെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുക, നമുക്ക് വരുന്ന ഇൻ്റർലക്യൂട്ടർ എങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണത്, അതനുസരിച്ച് നമ്മുടെ ഫ്ലോ വരുമോ, അതുപോലെ കിട്ടുന്ന ടാസ്ക് എങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുമോ, അതോ രണ്ട് ടാസ്കും എങ്ങനെയായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടായിരിക്കും, ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, കണ്ടിന്യൂസ്ലി ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഒ പി ഡി സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട്, നമുക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് കാണും സ്പീക്കിങ്ങിൽ. സോ നമുക്കതെല്ലാം ഇന്ന് ക്ലാരിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 റോൾ പ്ലേസ് ആണ് കിട്ടുന്നത്. അതിന് മുമ്പ് നമുക്ക് വാമപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വാമപ്പ് ക്വസ്റ്റ്യൻസ് കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട. അത് ജസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻസേ കാണത്തുള്ളൂ. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും എല്ലാവരും ചോദിക്കും. ജസ്റ്റ് നമ്മുടെ പേര്, നമ്മളെന്താണ് പ്രൊഫഷൻ, നഴ്സിംഗ് ആണ്, ഇവിടെ നിന്നാണ് പഠിച്ചത്, ഇത്രയും നാൾ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ പറയാം. പിന്നെ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഒ ഇ ടി ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്തത്, ഇനി നിങ്ങളുടെ നഴ്സിംഗ് പ്രൊഫഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് എന്താണ്, ഇനി അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ് എന്താണ്, അങ്ങനെ കുറച്ച്, പിന്നെ മോറൽസ് ഓഫ് നഴ്സിംഗ്, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ കൂടിപ്പോയ ഒരു 10-15 ക്വസ്റ്റ്യൻസ് കാണും. അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കാണും. അതിലേതെങ്കിലും ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് റെക്കോർഡ് ചെയ്യത്തില്ല, അത് നിങ്ങളുടെ മാർക്കിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല. അത് വാമപ്പ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർലൊക്യൂട്ടറുമായിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാമപ്പ് ആക്കുക, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ അവിടെ വേറെ ഒരു ഉദ്ദേശമില്ല. സോ ഫസ്റ്റ് നമ്മുടെ വാമപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അത് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ കുറച്ച് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചിലർ 1-2 സെൽഫ് ഇൻട്രഡക്ഷൻ മാത്രമേ ചിലർ ചോദിക്കത്തുള്ളൂ. അത് ഡിപ്പെൻസ്, ആ സമയത്തെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറൻസ് ആകും. സോ അത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കഴിയാവുന്നേ ഉള്ളൂ. അതിലിപ്പോൾ ഇൻ കേസ് നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതനുസരിച്ച് അവർ മാർക്ക് എടുത്തൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാമപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മുടെ എക്സാക്ട്ലി ഉള്ള എക്സാം തുടങ്ങുവാണ്. അവിടെ നിങ്ങൾക്ക് 2 റോൾ പ്ലേ കാർഡ്സാണുള്ളത്. അപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിൽ പേഷ്യൻ്റ് കാർഡും താഴെ നഴ്സസ് കാർഡും കാണും. അപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി നഴ്സസ് കാർഡ് നോക്കും, പേഷ്യൻ്റ് കാർഡ് നോക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എക്സാമിന് പേഷ്യൻ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അതിലൊരു സൈഡിൽ നിങ്ങളുടെ ഫസ്റ്റ് റോൾ പ്ലേയും ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളുടെ സെക്കൻഡ് റോൾ പ്ലേ കാർഡുമായിരിക്കും ഉള്ളത്. അത് ഓൺലി നഴ്സസ് കാർഡ് മാത്രമേ കാണത്തുള്ളൂ. പേഷ്യൻ്റ് കാർഡ് ഇൻ്റർലോക്യൂട്ടറിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് പേഷ്യൻ്റ് കാർഡ് ഈ നഴ്സസ് കാർഡും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ 2 സൈഡിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരിക്കലും ഇത് രണ്ടും കൂടെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മുകളിലത് വായിച്ച് നോക്കരുത്. അത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലേ കൊടുക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് സൈഡിൽ അവരെന്താണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ കോൺഷ്യസ് ആകും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും. ബട്ട് എക്സാമിന് പേഷ്യൻ്റ് എന്താണ് ചോദിക്കുന്നത്, പേഷ്യൻ്റ് എന്താണ് ആൻസർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളപ്പം ബ്ലൈൻഡ്ലി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിന് അത് ഈസി ആയിട്ട് വരത്തുള്ളൂ. അത് ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുമ്പം പേഷ്യൻ്റ് കാർഡ് നോക്കാതെ നഴ്സസിൻ്റെ കാർഡ് മാത്രം നോക്കി പ്രിപ്പയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് 2 റോൾ പ്ലേസിൽ. ആദ്യത്തെ റോൾ പ്ലേ മോസ്റ്റ്ലി ഈസി ആയിരിക്കും. അതായത് നമ്മുടെ ഹോം വിസിറ്റ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഒരു പേഷ്യൻ്റെ അടുത്ത് പോയി നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്തുക, ഒരു അഡ്വൈസ് കൊടുക്കുക, ഒരു പീസ് ഓഫ് അഡ്വൈസ് കോൺവെർസേഷൻ, അത്രേ കാണത്തുള്ളൂ നമ്മുടെ ആദ്യത്തെ റോൾ പ്ലേ കാർഡിൽ. അതൊത്തിരി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് 5 മിനിറ്റ് ഒന്നും വേണ്ടി വരത്തില്ല, ഒരു 3 മിനിറ്റ് കൊണ്ട് മിക്കവാറും തീരും. വേണമെങ്കിൽ നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടേഴ്സ് നല്ല ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൈമും കൂടെ തരും, ഒന്ന് സമ്മപ്പ് ചെയ്യാനോ ആ ഒരു ടൈം ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനേക്കാളും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. സെക്കൻഡ് റോൾ പ്ലേ കുറച്ച് ടഫായിരിക്കും. അത് കുറച്ച് കണ്ടീഷൻസോ ഡിസീസ് കണ്ടീഷൻസോ അതുപോലെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ
അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു പീസ് ഓഫ് അഡ്വൈസ് തന്നെ, ബട്ട് അത് കുറച്ചുകൂടി കണ്ടൻറ്റ് കാണും, ഒത്തിരി കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് നിങ്ങളിപ്പോൾ ഒരു വാക്സിനേഷൻ അഡ്വൈസ് കൊടുക്കുന്നതും ഒരു ഡിസീസ് കണ്ടീഷനോട് കൂടി അഡ്മിറ്റായ പേഷ്യൻറ്റിന് ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഒരു സർജറിക്ക് വേണ്ടി കൺവിൻസ് ചെയ്യുന്നത് തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അല്ല കണ്ടൻറ്റ് ഒത്തിരി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി കൺവിൻസ് ചെയ്യിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും സെക്കൻഡ് റോൾ പ്ലേയിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആവണം. ഫസ്റ്റ് റോൾ പ്ലേ ആണെന്ന് വിചാരിച്ചിട്ട് അതുപോലത്തെ ആണെന്ന് വിചാരിച്ച് ഒരിക്കലും സെക്കൻഡ് റോൾ പ്ലേയിൽ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. സോ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക. അതായത് എപ്പോഴും ഒരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ. അത് ഈവൻ ഫസ്റ്റ് റോൾ പ്ലേയിലായാലും സെക്കൻഡ് റോൾ പ്ലേയിലായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടുത്തേ ഉള്ളൂ. ഒത്തിരി സ്പീഡ് കൂട്ടണ്ട, ഒത്തിരി അങ്ങ് സ്ലോ ആകുകയും ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് പണ്ട് നമ്മുടെ 2021 ഒരു സ്റ്റാർട്ടിങ് വരെ എല്ലാ റോൾ പ്ലേസിലും നമുക്ക് സെയിം ഇൻട്രൊഡക്ഷൻ മതിയായിരുന്നു. അതായത് ഐ എം രശ്മി രാജൻ, വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റലോ കമ്മ്യൂണിറ്റി സെൻറ്ററോ എന്ന് പറഞ്ഞ് നമുക്ക് പോകാമായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല, അക്കോർഡിംഗ് ടു സിനാരിയോ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഓൾറെഡി ER വന്നു, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, വൂണ്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി എക്സാമിൻ ചെയ്തു. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നൗ യു എക്സാമിൻ പേഷ്യൻസ് വൂണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളവിടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി നിങ്ങൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു, വൂണ്ട് എക്സാമിൻ വരെ ചെയ്തു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകേണ്ടത്. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ മിസ്റ്റർ മാത്യൂസ് ആണെന്നുണ്ടെങ്കിൽ, താങ്ക് യു മിസ്റ്റർ മാത്യൂസ് ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ വൂൺ അപ്പോൾ മൈ എക്സാമിനേഷൻ വാട്ട് ഐ ക്യാൻ സീ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടാസ്കിലേക്ക് അങ്ങ് ഡയറക്റ്റായിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ. അതാണ് നമ്മുടെ അവിടുത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സിറ്റുവേഷനിലും ഡിഫറൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു വാർഡാണ്. ആ വാർഡിൽ പേഷ്യൻറ്റിൻ്റെ റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ പറയുവാണ് പേഷ്യൻ്റെ ബവൽ മൂവ്മെൻറ്റ് നോർമലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുന്നത്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്, ഓൾറെഡി വാർഡിലെ റൗണ്ട്സ് വരെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആ പേഷ്യൻ്റായിട്ട് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി പേഷ്യൻ്റായിട്ട് പരിചയമുണ്ട്. അപ്പോൾ നമുക്കവിടെ പോകുമ്പം ജസ്റ്റ് നമ്മൾ കാഷ്വലായിട്ട് എങ്ങനെ ഒരു പേഷ്യൻ്റ് അടുത്ത് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു എന്ന് ജസ്റ്റ് അത് ചോദിക്കില്ല ചെയ്യുള്ളൂ. അതുപോലെ നമുക്ക് ചോദിച്ചാൽ മതി ഹായ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹായ് മിസ്റ്റർ മാർട്ടിൻ, ഹൗ ആർ യു ഫീലിംഗ് നൗ, എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ സ്മൂത്ത്ലി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ, ഈസ് ദർ എനിത്തിങ് വറിയിങ് യു. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം from your case note after doctor's round I could find out that doctor has returned something. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ടാസ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ സിനാരിയോ അനുസരിച്ചിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ ടൈം തന്നെ ഇത് നമ്മൾ നോർമലായിട്ട് തുടങ്ങി ഒരു ഷിഫ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് വാർഡ് തന്നെ ഒരു ഷിഫ്റ്റ് സ്റ്റാർട്ടിംഗ് ആണെന്ന് നമുക്ക് സിനാരിയോ എന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം ഐ എം രശ്മി രാജൻ, വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്, ടുഡേ ഐ ആം ദ വൺ ഇൻചാർജ് നഴ്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് തുടങ്ങാം. അപ്പോൾ ഹോം വിസിറ്റിന് എപ്പോഴും ഒരുപോലെ വരത്തുള്ളൂ. അതായത് നമ്മളിപ്പം ജസ്റ്റ് പറയണ good morning, I am Rashmi Rajan, one of the registered nurses working in this community center. If I am not wrong, is it Mr. Martin's house? അത് നമുക്ക് ചോദിക്കാം. കാരണം നമുക്ക് ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം അറിയാം. നമ്മുടെ പേഷ്യൻ്റെ GP ആണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഹോം വിസിറ്റും തന്നെ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നിന്നായിരിക്കും വരുന്നത്. നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പം അപ്പോൾ അതാണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് പറയും യെസ് ഇറ്റ് ഈസ് മാർട്ടിൻസ് ഹൗസ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. നമുക്കറിയില്ല വന്ന് ഡോറ് തുറക്കുന്നയാൾ മാർട്ടിനാണോ, മാർട്ടിൻ്റെ അച്ഛനാണോ, അനിയനാണോ, ബ്രദറാണോ എന്ന് നമുക്കറിയത്തില്ല. സോ നമ്മൾ അപ്പോഴേ നമുക്ക് ഡയറക്റ്റായിട്ട് പോകരുത്. അപ്പോൾ നമ്മൾ ചോദിക്കുക ആം ഐ ടോക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ, അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എസ് സിസ്റ്റർ ഐ എം മാർട്ടിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ മാർട്ടിൻ ഐ എം സോ ഗ്ലാഡ് ടു സീ യു, ആക്ച്വലി ഐ കെയിം ഹിയർ ഫോർ എന്ന് പറഞ്ഞിട്ട് പർപ്പസ് തുടങ്ങാം. ഇതിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ഹോം വിസിറ്റിൻ്റെത്. അതിൽ തന്നെ ചില ഹോം വിസിറ്റ്സ് വരും, അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓൾറെഡി യു ഹാവ് സീൻ ഹിസ് BP അങ്ങനെ, ഇല്ലെങ്കിൽ ഹിസ് BP ഡയറി, അല്ലെങ്കിൽ ഓൾറെഡി യു ഹാവ് ചെക്ക്ഡ് ഹിസ് വൈറ്റൽ സൈൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി യു ഹാവ് എക്സാമിൻഡ് ഹിസ് സർജിക്കൽ സൈറ്റ് ഏരിയ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം ഓൾറെഡി നമ്മളിതെല്ലാം കഴിഞ്ഞു, പേഷ്യൻറ്റിൻ്റെ എക്സാമിനേഷൻ അസസ്മെൻറ്റിൻ്റെ സ്റ്റേജ് ആയി എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി ടോപ്പിക്സ് കാണും. അതുകൊണ്ടാണ് അത് അവരത് അവോയ്ഡ് ചെയ്യണത്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ എപ്പോഴും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അക്കോർഡിംഗ് ടു സിനാരിയോ. അതുപോലെ തന്നെ കൺക്ലൂഷനും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് അകത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. അത് സിനാരിയോ അനുസരിച്ചിട്ട് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പിന്നെ
അപ്പോൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മളെപ്പോഴും മൈൻഡിലെപ്പോഴും ഫിക്സ് ആക്കി വെക്കുക. ഇനി നിങ്ങൾക്കൊരു കേസ് നോട്ട് കാണും, നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു റോൾ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും മിസ് ചെയ്തു പോകും. കാരണം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സേ കിട്ടുന്നുള്ളൂ. ആ 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. പക്ഷേ ചിലർ പറയാറുണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ബി സ്കോർ കിട്ടും. ബട്ട് അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്താൽ മാത്രമേ അതിനുള്ള ചാൻസ് ഉള്ളൂ. സോ നമ്മൾ അതിനുവേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. കംപ്ലീറ്റ് ടാസ്ക്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഒരു കേസ് നോട്ട് റോൾ പ്ലേ കാർഡ് നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ പേപ്പറിനകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ആ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ പ്ലേ പെർഫെക്റ്റ് ആയിട്ട് തീരും. ആ 3 മിനിറ്റ്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ആ പേപ്പറിൽ. കാരണം ഇൻ്റർലോക്യൂട്ടർ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഇൻ്റർലോക്യൂട്ടർ ചിലപ്പം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ടാസ്ക് ആദ്യം തന്നെ ഇൻ്റർലോക്യൂട്ടർ നിങ്ങളടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടായിട്ട് ചോദിക്കാം. അപ്പം നിങ്ങളൊരിക്കലും ഈ ക്രമത്തിന് തന്നെ ഇൻ്റർലോക്യൂട്ടർ ചോദിക്കും അതിനനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് വായിക്കുക. നമുക്കറിയാം അതൊരു ഹോം വിസിറ്റ് ആണോ, അതോ അതൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ ആണോ, ഹോസ്പിറ്റലാണോ, വാർഡാണോ, എമർജൻസി ആണോ, ഓപ്പറേഷൻ തിയേറ്റർ ആണോ, അത് ഏത് സിനാരിയോ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ നമ്മളെ തന്നെ ആ ഒരു സിനാരിയിലേക്ക് എത്തിക്കുക. നമ്മളിപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. ശരിക്കും അത് ഇമാജിനേഷൻ വരണം, എന്നാലും നിങ്ങൾക്കത് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു റോൾ പ്ലേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റാണ് നിങ്ങളുടെ സെറ്റിങ്സ് വായിച്ച് കഴിഞ്ഞ് താഴെ ഒരു ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫ് കാണാം. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നിങ്ങളുടെ എല്ലാ കണ്ടൻറ്റും ഉള്ളത്. അത് ഈവൻ ഒരു 2 സെൻറ്റൻസേ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കോർ, അതായത് സ്പീക്കിംഗ് കാർഡിൻ്റെ കോർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫാണ്. അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ടൈമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇവിടെ ഏത് സിറ്റുവേഷനാണ്, പേഷ്യൻ്റ് നോൺ ആണോ അൺനോൺ ആണോ, നിങ്ങൾ ഓൾറെഡി പേഷ്യൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോ, എന്താണ് ഏകദേശം പേഷ്യൻറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കാണും. അപ്പോൾ ഈവൻ ടൈം പോലും ചില സമയത്ത് അതൊരു ലേറ്റ് നൈറ്റോ അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഈവനിങ് ടൈമോ അങ്ങനെയൊക്കെ എല്ലാത്തിനും നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ കൊടുത്തിരിക്കുന്ന ടൈമിംഗ് അനുസരിച്ച് വേണം നമ്മൾ പോകാൻ പറ്റും. അപ്പോൾ ഈവൻ ടൈം പോലും അതിലൊത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആ സിനാരിയോ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ആകുക. നിങ്ങൾ ആ ഒരു സിനാരിയിലാണ്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾ പേഷ്യൻ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾ ഇൻ്റർലോക്യൂട്ടർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എപ്പോഴും ഇൻ്റർലോക്യൂട്ടർ അല്ല, നമ്മുടെ മുമ്പിലിരിക്കുന്നയാൾ പേഷ്യൻ്റ് തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മെഡിക്കലി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്ലോയിൽ പോകത്തുള്ളൂ. നമ്മുടെ മുമ്പിലിരിക്കുന്നയാൾ ഒരു മെഡിക്കലി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മുടെ അത് സംസാരത്തിൽ കേൾക്കാൻ പറ്റും, നമ്മളത് കോൺഫിഡൻ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. സോ ഒറിജിനലി നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പേഷ്യൻസ് മെഡിക്കലി ഉള്ള പേഷ്യൻസ് അല്ല, അത് സാധാരണ ആൾക്കാരാണ്, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങൾ പറയുന്ന സംസാരം കേട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർലോക്യൂട്ടേഴ്സും മെഡിക്കലി ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല മോസ്റ്റ്ലി. സോ അവർക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയാൻ കാണത്തില്ല. സോ നിങ്ങൾക്കാണ് നോളജ് എപ്പോഴും കൂടുതൽ, അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുക. എന്നാലേ ആ ഒരു ഫ്ലോ ഓഫ് ടോക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വായിച്ച് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ കിട്ടുന്ന പേപ്പർ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് അത് അണ്ടർലൈൻ ചെയ്യുമോ, എഴുതി വെക്കുമോ, എന്ത് നോട്ട് ചെയ്യുമോ, എന്തോ വെള്ളം ചെയ്യാം, ബട്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അതിനകത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്ക് ഓരോന്ന് വായിച്ച് നോക്കുക. ടാസ്ക് വായിച്ച് നോക്കുമ്പോൾ അതിൽ പല ടാസ്ക് കാണും. ടാസ്ക് കംപ്ലീറ്റ്ലി അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്യണത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അതിൽ അസസ് അല്ലെങ്കിൽ പെർഫോം അല്ലെങ്കിൽ ഗീവ് ദ റിയഷുറൻസ് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാസ്കിൻ്റെ മെയിൻ പോയിൻ്റ് അവിടെ കാണും. റിയഷുറൻസോ അല്ലെങ്കിൽ പ്രൊവൈഡ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റോ അഡ്വൈസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംതിങ് കാണും. അതാണ് നമ്മുടെ ശരിക്കുമുള്ള ടാസ്ക് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ബാലൻസ് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പം അഡ്വൈസ് അണ്ടർലൈൻ ചെയ്തു, എബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദ സർജറി അല്ലെങ്കിൽ എബൌട്ട് ദ പ്രിക്വേഷൻസ് ഹൗ ടു ബി ടേക്കൺ. അപ്പോൾ പ്രിക്വേഷൻസിനടിയിൽ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അവർ എംഫസൈസ് ദ സൈഡ് എഫക്റ്റ് ആഫ്റ്റർ ദ വാക്സിനേഷൻ. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, ഡോസേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ ടാസ്ക് അണ്ടർലൈൻ ചെയ്യുക. അതിനോട് സബ് ടാസ്കും കാണും, അതും അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഒരു ടാസ്കിനകത്ത് തന്നെ കുറേ സബ് ടാസ്ക് ചിലപ്പോൾ വരാറുണ്ട്. എക്സാമിന് യൂഷ്വലി അങ്ങനെയാണ് വരാറ്. ഒരു ടാസ്കിൽ തന്നെ 4 ടാസ്കേ കാണത്തുള്ളൂ, മേ ബി 4 or 5 കാണും. അതിനകത്ത് ബട്ട് 2 or 3 സബ് ടാസ്ക് കാണും. അപ്പോൾ
അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാസ്ക് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. കോൺവെർസേഷൻ ചെയ്തു പോകുന്ന സമയത്ത് ഇൻ്റർലോക്യൂട്ടർ ഇടയ്ക്ക് നിങ്ങളടുത്തൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പോയിന്റ് വിട്ടു പോകും. സോ അത് മറന്നു പോകും. പിന്നെ നിങ്ങൾ അടുത്ത ടാസ്കിലേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി സബ് ടാസ്കും ഇതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ഒന്നും തന്നെ മിസ്സാകത്തില്ല. സോ അതാണ് നമ്മുടെ അണ്ടർലൈനിങ് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന്. അപ്പോൾ അൺനോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്യൂട്ടറിൻ്റെ അടുത്ത് ചോദിക്കുക ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ. എന്നിട്ട് ആ പേര് നിങ്ങൾ എഴുതി വെക്കണം. ഒരിക്കലും നിങ്ങളത് മൈൻഡിൽ ഫിക്സ് ചെയ്യില്ല, കാരണം അത് മറന്നു പോകും. എന്താണെന്ന് പറഞ്ഞാലും അങ്ങനെ എഴുതി വെച്ചേക്കാം. ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യരുതെന്ന് നിങ്ങളുടെ ട്യൂട്ടേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ഷുഡ് യൂസ് ചെയ്യരുത്, യു ഷുഡ് അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ യു ഹാവ് ടു, നീഡ് ടു, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നാലും ഓക്കെ, അത് അങ്ങനത്തെ ചെയ്യരുതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിലൊന്ന് എഴുതി ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് സ്ട്രൈക്ക് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ കോൺഷ്യസ് ആകും അത് യൂസ് ചെയ്യരുതല്ലോ എന്നുള്ളൊരു ഇത് വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കും ടാസ്കും കഴിഞ്ഞ് കഴിയുമ്പം ഡു യു ആർ യു ഫോളോവിങ് മീ, അല്ലെന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമല്ലോ. ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ്, അങ്ങനത്തെതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിൽ ചെറുതായിട്ട് വേണമെങ്കിൽ എഴുതിയിട്ടോ, കാരണം അത് ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഓക്കെ എന്നുള്ള വാക്കുകൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. കാരണം പേഷ്യൻ്റ് ഒരു കൺസേൺ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാക്ട്ലി മീനിങ് അത് വെൽ എന്നുള്ള അതൊരു ഫൈൻ എന്നുള്ളൊരു മീനിങ്ങേ വരത്തുള്ളൂ. അതായത് എവറിത്തിങ് ഈസ് ഗുഡ്, ഗോയിങ് ഓൺ ഗുഡ് എന്നുള്ള മീനിങ് വരും. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും പ്രശ്നമുള്ളവരാണല്ലോ. അപ്പോൾ ബെറ്റർ അവിടെ വെൽ യൂസ് ചെയ്യാം. നമുക്ക് വെൽ, ഫൈൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഓക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചിലർക്കൊക്കെ ഒത്തിരി ഓക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ യാ എന്നുള്ള വാക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ യൂസ്ഡ് ആണ്. നമ്മളിപ്പോഴും സംസാരിക്കുമ്പോൾ ഐനോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സംസാരിക്കുക. യാ എന്നുള്ളത് ഇൻഫോർമലാണ്. അപ്പോൾ അതൊരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും വെൽ യൂസ് ചെയ്യുന്നതാണ് മാക്സിമം എപ്പോഴും നല്ലത്. അതുപോലെ ത്രൂ ഔട്ട് ദ റോൾ പ്ലേയിൽ റീഅഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നിങ്ങളുടെ അടുത്ത് വരുന്നത് പേഷ്യൻ്റാണ്, നോർമലായിട്ടുള്ള ഒരാളല്ല. വാക്സിനേഷനുള്ള ആൾ മാത്രമേ നോർമലായിട്ടുള്ള ആളുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഡിസീസ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവരായിരിക്കും, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെപ്പോഴും ഇമോഷണലോട് കൂടി സംസാരിക്കാവുള്ളൂ. അതായത് അവരിപ്പം ഒരു കൺസേൺ ആയിട്ട് വരുന്നു, ഇപ്പം കുട്ടിക്ക് കൈ കട്ടായി, ഇപ്പം ബ്ലീഡിങ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ വന്ന് വരുമ്പം അപ്പം നമ്മളെപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ എം സോ സോറി ടു നോ അബൌട്ട് യുവർ ബേബീസ് പ്രോബ്ലം, നോ നീഡ് ടു വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്, ബട്ട് അത് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ അത് ചുമ്മാ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ റെഡിമെയ്ഡായിട്ട് സംസാരിച്ച് പഠിച്ച് വെച്ചിട്ട് പറയുന്നത് പോലെ വരും. കാരണം നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആരും വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്നില്ല എക്സാമിന് സമയത്ത്, ഓഡിയോ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുത്തിയിട്ട് അതിലൊരു പ്രയോജനമില്ല. ബട്ട് നമ്മുടെ സംസാരത്തിൽ അത് വരണം. ആ ഒരു എക്സ്പ്രഷൻസ് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു മാർക്ക് വരത്തുള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറയണം ഐ എം സോ സോറി ടു നോ അബൌട്ട് യുവർ ബേബീസ് കണ്ടീഷൻ, നോ നീഡ് ടു വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അത് നമുക്ക് വേറെ രീതി പറയാം. ഐ എം സോ സോറി ടു നോ അബൌട്ട് യുവർ ബേബീസ് പ്രോബ്ലം, ബട്ട് നോ നീഡ് ടു വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം അത് കേൾക്കുന്ന ആൾക്കൊരു ട്രസ്റ്റ്, നമ്മളൊരു ട്രസ്റ്റ് കൊടുക്കുകയാണ്, റീഅഷുറൻസ് കൊടുക്കുകയാണെന്നുള്ളൊരു ഫീലിങ്സ് വരും. അതായത് ഏത് കൺട്രിയിലേക്കും അവരുടെ പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ OET നടത്തുന്നത് തന്നെ. അപ്പം അവരിങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സംസാരത്തിലെ രീതി, അതായത് എല്ലാവർക്കും അത് വരണമെന്നില്ല, ബട്ട് അത് പ്രാക്ടീസിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ബി സ്കോർ കിട്ടാൻ ഒത്തിരി എളുപ്പമായിരിക്കും. എന്ത് പറഞ്ഞാലും നിങ്ങളൊരു എക്സ്പ്രഷനോടുകൂടി പറയാം. ഒത്തിരി ഇങ്ങനെ താന്ന് പറഞ്ഞില്ലെങ്കിലും പൊളൈറ്റ്നെസ് ത്രൂ ഔട്ട് ദ റോൾ പ്ലേയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മളൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ പോലും ഓക്കെ നോ നീഡ് ടു വറി, ഐ വിൽ എക്സ്പ്ലെയിൻ യു ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ നിങ്ങൾക്കൊരു കോംപ്ലിക്കേഷൻ പറയണം, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറയണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ പറയരുത് അതിങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഇതെടുത്തില്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന ഒരിക്കലും പറയരുത്. ഇഫ് യു ഡിഡൻറ്റ് ഗെറ്റ് ഫ്ലൂ വാക്സിൻ യു വിൽ ഗെറ്റ് പൾമറി പ്രോബ്ലം ആൻഡ് ലേറ്റർ ഇറ്റ് വിൽ ലീഡ് ടു കാർഡിയാക് അറസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കതെങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇൻഡയറക്റ്റ് വേയിൽ തന്നെ അത് പോകണം. അതായത് ഐ എം സോ സോറി ടു ടെൽ യു ദാറ്റ് ഇഫ് യു ഡിഡൻറ്റ് റിസീവ് ഫ്ലൂ വാക്സിൻ റൈറ്റ് നൗ അക്കോർഡിംഗ് ടു ആസ് പെർ യുവർ ഹെൽത്ത് കണ്ടീഷൻ ദർ മേ ബി ദ ചാൻസ് ദർ ഇസ് എ ഹൈ റിസ്ക് ഫോർ ഗെറ്റിംഗ് pulmonary infection, maybe it will lead to cardiac arrest. So I am reassuring you that there is nothing to be worried about the vaccination. If you receive it right now, you will get rid from everything. അങ്ങനെയൊക്കെ ഒന്ന് സോപ്പിട്ട് സംസാരിക്കാൻ നമ്മൾ പറയത്തില്ല സിമ്പിൾ ലാംഗ്വേജിൽ. അത് തന്നെയാണ് സംഭവം. ഒന്ന് ഇൻഡയറക്റ്റ് വേയിൽ സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അത് കേട്ടിട്ട് നമ്മളെ പേടിപ്പിക്കരുത് ഒരിക്കലും.
പറയുന്ന വേയിൽ പറയുക, ബട്ട് അവർക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യണം. അതായത് കൺവിൻസിങ്, അത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ സംസാരിച്ച് അവസാനം പേഷ്യനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരിക്കലും ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് പേപ്പറിൽ കൺവിൻസിങ് ഉണ്ട്, അതുകൊണ്ട് അവർ കൺവിൻസ് ചെയ്യുന്നുള്ള രീതി വരരുത്. നമ്മുടെ എക്സ്പ്ലനേഷൻ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് പേഷ്യന് കാര്യം മനസ്സിലായി, സോ കൺവിൻസ് ചെയ്തു. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ റോൾ പ്ലേ ഫസ്റ്റ് ലാസ്റ്റ് എപ്പോഴും പോകാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. ഇൻ കേസ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്ന ഇടയ്ക്ക് പേഷ്യൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ പറയുക. പിന്നെ നമ്മുടെ ടാസ്ക് ഇടയ്ക്ക് വിട്ട് പോയേക്കില്ല, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ അതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് ക്രമം തെറ്റി ചോദിക്കും. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ ലാസ്റ്റത്തെ ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം കയറി ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് റിപ്പീറ്റേഷൻ വരരുത്. അവർ ഓൾറെഡി പറഞ്ഞു, പിന്നെയും നമുക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള എളുപ്പവഴിയാണ്, നിങ്ങൾ ഏത് ടാസ്ക്കാണ് കഴിഞ്ഞത് സൈഡിലൊന്ന് ടിക്ക് മാർക്ക് ഇട്ടേക്കുക. അത് സബ് ടാസ്ക് ആണെങ്കിൽ പോലും ജസ്റ്റ് ടിക്ക് ഇട്ട് പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പെട്ടെന്ന് നോക്കുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ മതി. കാരണം ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ഈ റോൾ പ്ലേ ചെയ്യുമ്പം. അതായത് റെക്കോർഡിംഗ് ആണ്, അവർ ഇവാലുവേറ്റ് ചെയ്യണത് ഈ റെക്കോർഡിംഗ് എന്നാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു പോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനത്ര നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരിക്കത്തില്ല. ഫസ്റ്റ് ലാസ്റ്റ് 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റും കണ്ടിന്യൂസ് പേഷ്യൻ്റ് സൈഡിൽ നിന്നുള്ള കോൺവെർസേഷനും വേണം, നമ്മുടെ സൈഡിൽ നിന്നുള്ള കോൺവെർസേഷനും വേണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ തന്നെ സംസാരിച്ച് പോയിക്കൊണ്ടേ ഇരുന്ന് അത് ന്യൂസ് റീഡിംഗ് ആയിപ്പോൾ. നമ്മുടെ ഇതൊരു കോൺവെർസേഷനാണ്, രണ്ട് സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. ഐ മീൻ എല്ലാത്തിൻ്റെയും ടാസ്കിൽ ലാസ്റ്റ് ചോദിക്കുന്നത്, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു, ആർ യു ഓക്കെ വിത്ത് ദാറ്റ്, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, ഡു യു തിങ്ക് യു ക്യാൻ ഡു ദാറ്റ്. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റിന് വേണ്ടിയാണ്. പേഷ്യൻ്റ് അപ്പോൾ അതനുസരിച്ച് സംസാരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളെപ്പോഴും ചോദിക്കണം, ഡു യു ഹാവ് എനി അതർ കൺസേൺ. അത് ചോദിക്കുക. നിങ്ങളൊരു റോൾ പ്ലേയും കൺക്ലൂഡ് ചെയ്യരുത്. അതിന് ചോദിച്ച് പേഷ്യൻ്റ് ഓക്കെ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ റോൾ പ്ലേസ് കൺക്ലൂഡ് ചെയ്യണത്. അത് ഈവൻ ഏതാണെങ്കിൽ പോലും, എമർജൻസി ആണെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ആണെങ്കിലും ഏതാണെങ്കിലും, ആ കൺക്ലൂഷൻ ചെയ്യുന്നതിനും നമ്മുടെ ടാസ്കിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു വാക്സിനേഷനാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺ മേ ഐ പ്രൊസീഡ് വിത്ത് ദ വാക്സിനേഷൻ. അപ്പോൾ അങ്ങനെ വേണം പറഞ്ഞ് നിർത്താൻ വേണ്ടി. ഏതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. വാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പറയും, ഓക്കെ ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്, യു ക്യാൻ ടേക്ക് റെസ്റ്റ് ഹിയർ, ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ഓർ അസിസ്റ്റൻസ് പ്ലീസ് പ്രസ് ദ കോൾ ബെൽ, ഐ വിൽ കം ആൻഡ് അസിസ്റ്റ് യു എന്ന് പറഞ്ഞ് നമുക്ക് പോകാം. ഇപ്പോൾ ഒരു ഡിസ്ചാർജിന് പ്ലാൻ ചെയ്ത് അത് സംസാരിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി ഡിസ്ചാർജിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് പറയാം, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺ ലെറ്റ് മീ കണ്ടിന്യൂ വിത്ത് യുവർ ഡിസ്ചാർജ് പ്രോസസ്. അങ്ങനെ നമുക്ക് പോകാം. പിന്നെ വേറൊരു കാര്യമാണ് സെക്കൻഡ് ഡിഗ്രി ടോക്ക് എന്ന് പറയുന്നത്. അതായത് 2 ടൈപ്പ് ടോക്കുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ടോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പേഷ്യൻ്റ് അടുത്താണ് സംസാരിക്കുന്നത്. അവിടെ യു തന്നെ പറഞ്ഞിരുന്നാൽ മതി, കുഴപ്പമില്ല, എല്ലാം ക്ലിയറായിട്ട് കണ്ടിന്യൂഷനായിട്ട് പൊയ്ക്കോളും. ബട്ട് അത് നിങ്ങളൊരു പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ പേരൻസ് അഡ്മിറ്റ് ആയിരിക്കുമ്പം അവരുടെ മക്കളുടെ അടുത്തോ സംസാരിക്കുമ്പം ഹി ഓർ ഷീ അവിടെ എപ്പോഴും വന്നിരിക്കണം. അപ്പോൾ അതെപ്പോഴും മിക്കവർക്കും തന്നെ തെറ്റിപ്പോകേണ്ട. അവസാനം നമ്മൾ റിലേറ്റീവ്സിനെ പേഷ്യൻ്റാക്കി വിടും. സോ നമ്മളെപ്പോഴും പറയേണ്ടത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെർ ടു ടേക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെർ ടു കണ്ടിന്യൂ ഹെർ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ടേക്ക് കണ്ടിന്യൂ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മോൻ അവസാനം പേഷ്യൻ്റായി പോകും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാർക്ക് പോകണം. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ബട്ട് അതൊത്തിരി നമ്മളൊത്തിരി കോൺഷ്യസ് ആവണം. അത് നമ്മുടെ ഫ്ലോയിൽ പക്ഷേ നമ്മളത് കോൺഷ്യസ് ആവാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി കോൺവെർസേഷൻ വരുമ്പം വലുതായിട്ട് തന്നെ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിടുക, ഹി ഓർ ഷീ, അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് അങ്ങനെ എഴുതിടുക. അതുപോലെ തന്നെ കുട്ടികൾ വരുമ്പോഴും ഇതുപോലെ തന്നെ സെയിം പ്രോബ്ലം സംഭവിക്കാറുണ്ട്. ഹി ഓർ ഷീ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ജെൻഡർ ചേഞ്ച് ചെയ്ത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും മാർക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം റിലേറ്റീവ്സിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നേരത്തെ ചോദിച്ച് വെക്കുക. ഹൗ മേ അഡ്രസ് യു ആൻഡ് യുവർ സൺ, അല്ലെങ്കിൽ ഹൗ മേ അഡ്രസ് യു ആൻഡ് യുവർ ഫാദർ. അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് മുകളിൽ അതങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ എഴുതിയിട്ടേക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് അനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചൊന്ന് വ്യത്യാസം വരുത്താം. അതായത് ഇപ്പം ഏകദേശം ഒരു 32, 35, 22 നമ്മുടെ പ്രായത്തിനേക്കാളും കുറഞ്ഞ പ്രായത്തിലുള്ളവരടുത്താണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പേര് വിളിക്കാം. മിസ്റ്റർ മിസ് അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. പേര് വിളിച്ച് കാഷ്വലായിട്ട് തന്നെ ഹൗ ആർ യു ജോൺ, ഹൗ ആർ യു ഫീൽ, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ വേണമെങ്കിൽ. നമുക്ക് പ്രായമുള്ളവരാണ്, അവിടെ ഏജ് തന്നിട്ടുണ്ട്, അവർ ഇത്ര ഏജാണ് 60, 70 അങ്ങനത്തെ ഒരു ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സല്യൂട്ടേഷൻ ഓഫ് കോഴ്സ് യൂസ് ചെയ്തിരിക്കണം, മിസ് ഓർ മിസ്സസ്. അതൊത്തിരി ഒത്തിരി റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാത്ത രീതിയിലും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാത്തിലും അങ്ങനെയും പോയി ചോദിക്കാതെ ടാസ്കോട് കൂടി ചേർത്ത് എപ്പോഴും മിസ് ഒലീവിയ, മിസ് ഒലീവിയ, മിസ് ഒലീവിയ, മിസ്റ്റർ ജോൺ അങ്ങനെ ചോദിച്ച് പോയി റിപ്പീറ്റഡ് ആകാതിരിക്കാനും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചേക്കണം.
സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പേരൻസിൻ്റെ അടുത്താണെന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിമ്പതിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ പ്രായമുള്ളവരുടെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പൊളൈറ്റ്നസ്, സിമ്പതി ഇതെല്ലാം ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ്. കാരണം അവരുടെ ഏജ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടി. അതുപോലെ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരുടെ ഇമോഷണൽ ആ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. സോ ആ ഒരു പൊളൈറ്റ്നസ്, ആ വേ ഓഫ് ടോക്കിംഗ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ സിനാരിയോയിൽ നിങ്ങളാവണം. എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നോർമലായിട്ട് വരത്തുള്ളൂ. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു 5 മിനിറ്റ് സംസാരിക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് ചില സമയത്ത് അവർ അത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിരിക്കത്തില്ല. അവർ ജസ്റ്റ് പേപ്പർ നോക്കി വായിക്കുന്നു, ഇമോഷൻസ് ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരും അവരുടെ ഇമോഷൻ അനുസരിച്ച് ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ തന്നെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യണത് ഇൻ്റർലോക്യൂട്ടറിൻ്റെ ടോക്കല്ല, നമ്മുടെ സംസാരമാണ് അസസ് ചെയ്യണത്. അവരെങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഇമോഷൻസ് വരുത്തിയേക്കണം. ഇപ്പോൾ അവർ പറയുകയാണ് എൻ്റെ കുട്ടി വന്ന് എൻ്റെ കുട്ടിക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ രീതിയിൽ സംസാരിക്കരുത്. നിങ്ങൾ ആ ഇമോഷൻ വരുത്തിയിട്ട് വേണം അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി. കാരണം ഉച്ച മുതൽ വൈകിട്ട് വരെ ഇരിക്കുന്ന ഇൻ്റർലോക്യൂട്ടേഴ്സ് ഒരു 50 പേര് 55 പേരെ റോൾ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ടയേർഡ് ആകും. സോ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഇമോഷൻസ് ഒന്നും കാണത്തില്ല. അപ്പം പക്ഷേ നിങ്ങൾ അതനുസരിച്ചിരിക്കരുത്. നിങ്ങളുടെ എക്സാമാണ്, നിങ്ങളാണ് പ്രസൻറ്റ് ചെയ്യണത്, നിങ്ങളാണ് സ്റ്റാഫ്. സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ആ ഇമോഷണൽ, ഐ മീൻ ദ സൗണ്ട്, ആ വൈബ്രേഷൻസ് ഒക്കെ വരാൻ വേണ്ടി. സോ ആ ഒരു രീതിയിൽ സംസാരിക്കുക. പക്ഷേ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്പീഡ് പോകരുത്. എങ്ങനെയെങ്കിലും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തേക്കണം, ലാസ്റ്റ് കൺക്ലൂഷൻ വരെ എത്തിയേക്കണം. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ടാസ്ക് അത് സംസാരിച്ചാൽ മതി. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് അറിയാവുന്നൊരു ടോപ്പിക്കാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണത്, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ അറിയാം. അങ്ങനെ അഡീഷണലായിട്ട് അഡ്വൈസ് എടുക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ 2 or 3 ടാസ്ക് നിങ്ങൾ വെറുതെ സംസാരിക്കാൻ സമയം കിട്ടാതെ പോകും. തന്നിരിക്കുന്നത് എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം നല്ല സ്ക്രിപ്റ്റായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊത്തിരി ഈസി ആയിരിക്കും. നിങ്ങൾ കുറച്ചൊന്ന് ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് കണക്റ്റീവ്സ് ആഡ് ചെയ്ത് ഇമോഷനും വരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഒത്തിരി ഈസി ആയിരിക്കും. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത അതിൽ കുറേ കാര്യങ്ങൾ അഡ്വൈസസ് ഒക്കെ ആഡ് ചെയ്യാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. ഓരോ ടൈമും പ്രീഷ്യസ് ആണ്, ഓരോ സെക്കൻഡും പ്രീഷ്യസ് ആണ്. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് പോവും. പിന്നെ നമ്മൾ അതിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ലാസ്റ്റ് നിങ്ങൾക്ക് 2 or 3 സബ് ടാസ്കൊക്കെ പറയാൻ പറ്റാതെ പോകുമ്പം നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പം. അപ്പം അതുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന എന്താണോ അത് നിങ്ങൾ പറയുക. എക്സ്ട്രാ നിങ്ങൾക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ റീഅഷ്യൂറൻസ് ആണ്. ആ റീഅഷ്യൂറൻസ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ചേർക്കുന്ന കണക്റ്റീവ്സ് പോലത്തെ ആ കുറച്ച് കാര്യങ്ങളും അതും അഡീഷണലായിട്ട് വരും. അല്ലാതെ ഡിസീസ് കണ്ടീഷൻസ് അവിടെ തന്നിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറഞ്ഞ സമയം വെറുതെ വേസ്റ്റാക്കാൻ പോകരുത്. സോ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ടൈം മാനേജ്മെൻറ്റിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് സെറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് മാക്സിമം എല്ലാ റോൾ പ്ലേസും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഇൻ്റർലോക്യൂട്ടേഴ്സ് നിങ്ങളെ ഒത്തിരി ട്വിസ്റ്റ് ചെയ്യിപ്പിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഒരു 3 ടാസ്കിൽ ചോദിക്കാനുള്ള കാര്യങ്ങൾ അവർ ഒറ്റ ഇൻട്രഡക്ഷനിൽ തന്നെ എല്ലാം പറഞ്ഞു തീർക്കും. ഇങ്ങനെയാണ് സിസ്റ്റർ എൻ്റെ കാര്യങ്ങൾ, ഞാനിങ്ങനെയാണ് അങ്ങനെ. ഇപ്പോൾ ഒരു സ്മോക്കിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 3-4 സെൻറ്റൻസിൽ ചോദിക്കേണ്ടതായിരിക്കും. നിങ്ങൾ ഏത് ബ്രാൻഡാണ് സ്മോക്ക് ചെയ്യണത്, നിങ്ങൾക്ക് അത് എത്ര ഫ്രീക്വൻസിയാണ്, അത് എത്ര എണ്ണം വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണത്, ട്രിഗറിങ് ഫാക്ടർ എന്താണ്, അങ്ങനെ 2-3 ടാസ്കിൽ ചോദിക്കാനുള്ളത് അവരൊറ്റ ഒരു ടോക്കിൽ തന്നെ പറഞ്ഞ് തീർക്കുന്ന ചിലപ്പോൾ സിനാരിയോസ് വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായി പോകും. ഓക്കെ, എനിക്ക് 2-3 ടാസ്ക് ഉണ്ട്, അത് ഞാൻ എങ്ങനെ ചോദിക്കും, അവർ ഓൾറെഡി ചോദിച്ചു പോയല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കൂടെ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞു കഴിയുവാണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ മിസ്റ്റർ ജോൺ, ഫ്രം യുവർ കോൺവെർസേഷൻ വാട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഫോർ ദിസ് മെനി ഇയേഴ്സ്, ഇപ്പോൾ ഒരു 20 years ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ദ പാസ്റ്റ് 20 years യു ആർ സ്മോക്കിംഗ് ആൻഡ് യു ആർ യൂസിങ് ദ ബ്രാൻഡ് ദിസ് വൺ ആൻഡ് ഡെയിലി യു സ്മോക്ക് ഇൻ നെതർ and your main triggering factor this one, and for your main aim for stopping smoking is this one. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടാസ്ക് നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് പോകും. കാരണം അവർ ഓൾറെഡി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻ്റർലോക്യൂട്ടറിനെ അല്ല അവർ അസസ് ചെയ്യുന്നത്, നിങ്ങളുടെ സംസാരമാണ് അസസ് ചെയ്യണത്. അപ്പോൾ നമുക്കതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചതുപോലെയായി റിപ്പീറ്റേഷൻ വരുന്നില്ല, നമ്മുടെ ക്ലാരിഫിക്കേഷൻ പോലെ തന്നെ വരുന്നുള്ളൂ. ഇനി നമ്മൾ നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡ്രോപ്പ് പ്ലേ തുടങ്ങുന്നതിന് മുമ്പ് ഇൻ്റർലോക്യൂട്ടറിൻ്റെ അടുത്ത് പേര് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾ ചോദിക്കാൻ മറന്നുപോയി, ബട്ട് കോൺവെർസേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആകുകയും ചെയ്തു, നിങ്ങൾ പാനിക് ആവണ്ട, നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി. സോറി ഫോർ ദ കൺഫർമേഷൻ പർപ്പസ് മേ ഐ നോ യുവർ ഫുൾ നെയിം
എന്ന് ചോദിച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ്, അല്ലാന്നുണ്ടെങ്കിൽ ഫോർ ദ രജിസ്ട്രേഷൻ പർപ്പസ് മേ ഐ നോ യുവർ ഫുൾ നെയിം, അത്രയും മതി. ജസ്റ്റ് സോറി ചോദിച്ചിട്ട് ചോദിക്കുക. കാരണം അത് നമുക്ക് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകും. നമ്മൾ റോബോട്ടല്ല, മനുഷ്യരാണ്, ഹ്യൂമൻസ് ആണ്. സോ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പീക്കിംഗ് റോൾ പ്ലേയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നു എന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ പാനിക്കായി പോകരുത്. ജസ്റ്റ് സോറി ചോദിച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഫ്ലോ വിടാതെ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, അതായത് ഇടയ്ക്കൊന്നും പോസ് വരരുത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കണം. റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്സാണ് നിങ്ങൾ വരുത്തുന്നത്. ചിലർക്ക് ഓക്കെ ഒത്തിരി കയറി വരും, ചിലർക്കാണെങ്കിൽ യാ കയറി വരും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പോസസ് കാണും, ചിലർക്കാണെങ്കിൽ ഒത്തിരി ഹമ്മിങ്സ് കാണും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലാഗ് ചിലപ്പം കറക്റ്റായിട്ട് വരത്തുണ്ടായിരിക്കത്തില്ല. അങ്ങനെ കുറേ മിസ്റ്റേക്സ് നമുക്ക് വരാം. കാരണം നമ്മളൊന്നും നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല. അപ്പോൾ അത് കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് നമുക്ക് സംസാരിക്കാൻ ഇപ്പോഴൊന്നും പറ്റത്തില്ല. അത് കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ലാഗ് ഒന്നും അല്ല അവർ അസസ് ചെയ്യുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനുള്ള ഫ്ലുവൻസി, അവരുടെ പേഷ്യൻസിനായിട്ട് നമുക്ക് കോൺവെർസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ ക്രൈറ്റീരിയ. കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സ്ലാഗ് വരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റൈലിഷ് വരുന്നില്ല എന്ന് വിചാരിച്ചൊന്നും അത്രമാത്രം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക. അതിൽ കുറച്ച് പൊളൈറ്റ്നെസ് ഒക്കെ വരുത്തി അവിടെ കൊടുത്തിരിക്കുന്ന ടാസ്ക് കറക്റ്റായിട്ട് പറഞ്ഞു തീർത്ത് ആ ഒരു കൺവിൻസിങ് മോഡിൽ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആകാവുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു ടാസ്ക് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ കോൺവെർസേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ട്യൂട്ടേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്പീക്കിംഗ് നിങ്ങൾക്ക് തന്നെ ഓട്ടോ കറക്ഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. കുറേയൊക്കെ ബേസിക്സ് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുറേയൊക്കെ റോൾ പ്ലേസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എനിക്കത് കുറേ ഹമ്മിങ്സ് വരുന്നുണ്ട്, കുറേ പോസ് വരുന്നുണ്ട്, ഇടയ്ക്ക് ഒരു ക്യാപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് പറഞ്ഞു തരാൻ ഞാൻ റിപ്പീറ്റായിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇരുന്ന് ചെയ്യാൻ വേണ്ടി ആൾക്കാരില്ല, ഇപ്പം നിങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഹോസ്റ്റലിലൊന്നും താമസിക്കുന്നവരല്ല, അല്ലെങ്കിൽ പുറത്ത് ഉള്ളവരാണ്, ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിക്കാതെ ഓൺലൈൻ ചെയ്യുന്നവരൊക്കെയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യുക. ഓപ്പോസിറ്റിൽ നിന്ന് പേഷ്യൻ്റ് സൈഡിൽ അവരെന്താണ് പറയുന്നുള്ളത് ഇമാജിനേഷനിൽ വയ്ക്കുക. ഇമാജിനേഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സൗണ്ട് അവിടെ ഇല്ല, അത് പോസാണ്, അത് മ്യൂട്ടഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ സംസാരം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ഫോൺ കോൺവെർസേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. ഓപ്പോസിറ്റിൽ പേഷ്യൻ്റ് ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു സെയിം ഫീലിങ്സ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സെൽഫായിട്ട് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പാർട്ണർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എപ്പോഴും ഒരു പാർട്ണർ, എപ്പോഴും നിങ്ങൾക്ക് ഒരു സ്പീക്കിംഗ് പാർട്ണർ ഉള്ളതാണ് നല്ലത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 hours 45 അല്ലെങ്കിൽ 60 hours ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യാം. അതില്ലാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും വേറൊരാൾ, നിങ്ങൾക്ക് പാർട്ണറായിട്ട് കൂടെ പഠിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാർ ബെറ്ററാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുമ്പം കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എക്സ്പോഷർ ആകും. അവർക്ക് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ക്ലിയർ കറക്ഷൻസൊക്കെ നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം. ഇനിവേ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമാജിൻ ചെയ്യുക, ഫോൺ കോൺവെർസേഷൻ പോലെ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക, റെക്കോർഡ് ചെയ്യുക, ലാസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ട് നോക്കുക. സോ അങ്ങനെ നിങ്ങൾക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഉള്ള കുറച്ച് ടിപ്സൊക്കെ, ബാക്കിയുള്ള ടിപ്സൊക്കെ, കുറച്ച് പേര് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കാണുമല്ലോ യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് ഒത്തിരി കാണും, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാരണം ഒത്തിരി പേഴ്സണലായിട്ടുള്ളവരും യൂട്യൂബ് ചാനൽസ് ഇട്ടിട്ടുണ്ടായിരിക്കും റോൾ പ്ലേയിലുള്ളത്. അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അവരുടെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, അല്ലെങ്കിൽ വേർഡ്സിൻ്റെ യൂസേജ് എങ്ങനെയാണ് യൂസേജ് ചെയ്യണത്, അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന്. കുറച്ചൊരു പ്രാക്ടീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബിഗിനേഴ്സിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ബിഗിനേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല, അവർക്ക് എങ്ങനെ അത് സ്പീക്കിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, ഒത്തിരി പേടിയാവുന്നുണ്ട്, ക്രൗഡിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഈ OETയുടെ സ്പീക്കിംഗ് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം വേറൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്തിട്ടില്ല, നാട്ടിൽ തന്നെയാണ്, അപ്പോൾ കൂടുതലായിട്ട് ഇംഗ്ലീഷൊന്നും ആരുടെ വലിയായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു യൂട്യൂബ് ചാനൽ നോക്കുക. നല്ലൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അതിൽ അവരുടെ നല്ല സ്ക്രിപ്റ്റുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നോക്കുക. ആ സ്ക്രിപ്റ്റ് അങ്ങനെ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ടൈമുണ്ട്, എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
ടോപ്പിക്ക് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങളൊരു മിററിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമോ, ചുമ്മാ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുമോ, ഇങ്ങനെ വേണം സംസാരിച്ച് കുഴപ്പമില്ല. അങ്ങനെ ഒരു 10 എണ്ണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങനെ ഒരു 5-6 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ നോക്കുക. ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നോളേജ് വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതി സംസാരിക്കുക. സ്ക്രിപ്റ്റ് നോക്കി സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 എണ്ണം അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വെക്കണ്ട, നിങ്ങൾ തന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ടൈം എടുത്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ലൈറ്റ് നോട്ട്സ് മാത്രം വേണമെങ്കിൽ എഴുതാം, സ്ക്രിപ്റ്റായിട്ടൊന്നും എഴുതാതെ. അതും കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആകും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് സ്പീഡ്, നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ, ആ ഒരു ലാംഗ്വേജ്, പ്രസൻറ്റേഷൻ അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ 3 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ആ 3 മിനിറ്റ് പ്രിപ്പറേഷൻ എക്സാം പോലെ തന്നെ 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സംസാരിച്ച് 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് ആദ്യമേ തന്നെ 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്പീഡ് നോക്കണം, ലാംഗ്വേജ് നോക്കണം, ഗ്രാമർ നോക്കണം, സിനാരിയോ നോക്കണം, എല്ലാം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് പറ്റില്ല. സോ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാലേ നമുക്ക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ. സോ ലാസ്റ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ പ്രിപ്പയർ ചെയ്ത് 5 മിനിറ്റ്സ് കൊണ്ട് പ്രസൻറ്റേഷൻ തീർക്കാൻ പറ്റുന്ന ഒരു ലെവൽ ആകും. ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യമേ തന്നെ പോയി എനിക്കത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് എന്താ സംസാരിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ ഏതെങ്കിലും ഒന്ന് നോക്കുക, അവർ സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയെടുക്കുക. അത് കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതുക. എന്നിട്ട് നിങ്ങളതങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളായിട്ട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുക, അത് നോക്കി സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ നിങ്ങൾ മൈൻഡിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, എഴുതി വെക്കണ്ട, ജസ്റ്റ് ലൈറ്റ് നോട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങളായിട്ട് ആ സമയത്ത് സെറ്റ് ചെയ്ത് ടൈമിനുള്ളിൽ തീർക്കാൻ നോക്കുക. സോ ഗ്രാജുവലി നമുക്ക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് ഒന്ന് കോൺഷ്യസ് ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വലിയൊരു ക്രൗഡിനടുത്ത് പോയി സ്പീച്ച് ചെയ്യാനൊന്നും അല്ല പോകുന്നത്, പേഷ്യൻ്റായിട്ട് തന്നെ സംസാരിക്കാൻ പോകുന്നത്. അതിൽ കൂടുതലൊന്നും അവരൊന്നും കമൻ്റായിട്ടൊന്നും പറയാൻ പോകുന്നില്ല ആ സമയത്ത്. പക്ഷേ നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻറ്റ് ഇല്ലാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കോൺഫിഡൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സിനാരിയോ കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെയും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലെവൽ നമ്മളെത്തും. അപ്പം ഒരു മിനിമം ഒരു 50-80 റോൾ പ്ലേ വരെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് കിട്ടും. സോ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. സ്പീക്കിംഗ് ഒത്തിരി ഈസിയാണ്. എല്ലാ മോഡ്യൂൾ വെച്ച് നോക്കുമ്പോഴും സ്പീക്കിംഗ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള മോഡ്യൂൾസിനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനേക്കാളും ഒത്തിരി കുറവാണ് നമ്മുടെ ഈ സ്പീക്കിംഗ്. സോ സ്പീക്കിങ്ങിൽ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വി വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. Until then, bye. Take care.